ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഗെയിമിൻ്റെ 13th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് കൊണാമി ഗെയിമിൽ ആഡ് ചെയ്തേക്കുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഏകദേശം 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബിഗ് ടൈം കാർഡുകളാണ്. സോ ഇങ്ങനൊരു പഴക്കം ചെന്ന കാർഡുകൾ കൊണാമി എന്തിന് വീണ്ടും റിലീസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പാക്കായിട്ട് വീണ്ടും എന്തിന് കൊണ്ടുവരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5ഓളം പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനൊരു പാക്ക് ഗെയിമിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണാമിയുടെ ലോജിക് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ കൊണാമിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു വഴി എന്ന് പറയുന്നത് ഹൈപ്പ് തന്നെയാണ്. സോ ഇങ്ങനൊരു കാർഡുകൾ അല്ലെങ്കിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള കാർഡുകൾ വീണ്ടും കൊണ്ടുവരുന്നത് വഴി കൊണാമി ഗെയിമിൽ അത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഗെയിമിലേക്ക് നമ്മുടെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള എഫേർട്ടിൽ കൊണാമിക്ക് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കാർഡുകൾ വരുമ്പോഴൊക്കെയാണ് കൊണാമി ഹൈപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റുമ്മിയുടെ കാർഡ്, പോലെ തന്നെ എട്ടുവിൻ്റെ കാർഡ്, ഇതുപോലുള്ള പുതിയ കാർഡുകൾ വരുമ്പോഴാണ് ഗെയിമിൽ അത്രയും ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ കൊണാമിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. പുതിയ കാർഡുകൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ മുന്നേ വന്ന സെയിം പ്ലെയറിൻ്റെ കാർഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ ഒരു കാർഡിന് കൊടുക്കേണ്ടി വരും. നമ്മുടെ യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ഇങ്ങനെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട കാർഡുകൾ വീണ്ടും കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ കൊണാമിക്ക് ഒരു തരത്തിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഗെയിമിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അവർ ജസ്റ്റ് പഴയ കാർഡുകൾ റീസൈക്കിൾ ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗെയിമിൽ നല്ല രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊണാമി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ടു പ്ലേ യൂസേഴ്സിന് ആ ഒരു പ്രീമിയം കാർഡ്സിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അവർ തരികയും അതുവഴി അവരെ കൊണ്ട് കോയിൻ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ ഒരു ടെംപ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഗെയിമിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് കൊണാമിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ തന്നെയാണ്. അത്രയും ഹൈപ്പായിട്ട് കിടക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ കൊണാമിയുടെ പ്രീമിയം കാർഡ്സുകൾ ഗെയിമിൽ ഒരുപാട് കോയിൻ അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷോ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം കിട്ടുന്ന പ്രീമിയം കാർഡുകൾ ഇതുപോലെ ഫ്രീ ചാൻസ് ഡീലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫ്രീ ടു പ്ലേ സ്ക്വാഡുള്ള യൂസേഴ്സിന് പ്രീമിയം കാർഡ്സിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ആ ഒരു ടേസ്റ്റ് കിട്ടിയ യൂസേഴ്സ് പിന്നീട് വീണ്ടും 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 പ്രീമിയം കാർഡ്സിൻ്റെ പിറകെ പോകാനുള്ളൊരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഉണ്ടാവുന്നതാണ്. അതുവഴി ഇതുവരെ കോയിൻ പർച്ചേസ് ചെയ്യാത്ത യൂസേഴ്സ് പോലും കോയിൻ പർച്ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുവഴി കൊണാമിക്ക് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം കൊണാമിയുടെ പുതിയ സ്ട്രാറ്റജി ഒന്നല്ല, കൊണാമി മുന്നേ പരീക്ഷിച്ച് ഫലിപ്പിച്ച സ്ട്രാറ്റജി തന്നെയാണ്. തീർച്ചയായിട്ടും കൊണാമി നെക്സ്റ്റ് ഇയറിലോട്ടും ഇതുപോലുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. നമ്മുടെ തേർഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗെയിമിൽ കോയിൻ പർച്ചേസ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ പേ ടു പ്ലേ സ്കോഡുള്ള യൂസേഴ്സിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ടും നമ്മുടെ ഫ്രീ ടു പ്ലേ സ്കോഡുള്ള യൂസേഴ്സ് ആണ് കൂടുതൽ. മെജോറിറ്റി ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് കൊണാമിയുടെ ഫ്രീ ടു പ്ലേ യൂസേഴ്സ് ആണെന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യത്തിൽ കൊണാമിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇംപ്രസ് ചെയ്യിക്കുന്ന പാക്കുകൾ കൊണ്ടുവന്നാൽ മാത്രമേ ഗെയിമിലുള്ള ആ ഒരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കൊണാമിക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഫ്രീ ടു പ്ലേ യൂസേഴ്സിന്റെ അറ്റൻഷനും കാര്യങ്ങളൊക്കെ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഗെയിമിന്റെ ഓവറോൾ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ കൊണാമിയുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീ ടു പ്ലേ യൂസേഴ്സ് ആണ് അത്രയും എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം ഒരു പി ടു പി സ്ക്വാഡുള്ള യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണിച്ചേക്കുന്ന കാർഡുകളിൽ ഏത് കാർഡ് വന്നാലും അവരുടെ സ്ക്വാഡിൽ ഇപ്പോൾ കിടക്കുന്ന പ്ലേയേഴ്സിന്റെ അത്ര പെർഫോമൻസും കാര്യങ്ങളൊന്നും ആ ഒരു കാർഡിന് കിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം കംപ്ലീറ്റ് ഡബിൾ ബൂസ്റ്റർ കാർഡൊക്കെയുള്ള ഇങ്ങനെയുള്ള സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്ക്വാഡിൽ ആവശ്യമില്ലാത്ത കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫ്രീ ടു പ്ലേ സ്ക്വാഡിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇതുപോലുള്ള പാക്ക് എന്ന് പറയുന്നത് ഗെയിമിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനല്ലാന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് യൂസേഴ്സിനെ കൊണ്ടും ഡെയിലി ഗെയിം ഓപ്പൺ ചെയ്യിപ്പിക്കാനല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള കൊണാമിയുടെ സ്ട്രാറ്റജി തന്നെയാണ് ഇതുപോലുള്ള പാക്ക് എന്ന് പറയുന്നത്. എനിവേ കൊണാമിയുടെ ഇതുപോലുള്ള തിരിച്ചറിവുകളും ഇതുപോലുള്ള സ്ട്രാറ്റജികളും ഫ്രീ ടു പ്ലേ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ട്രാറ്റജികളുടെ പോസിറ്റീവ് വശം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും കൊണാമി ഉദ്ദേശിക്കുന്ന ഫ്രീ ടു പ്ലേ യൂസേഴ്സിനെ കൊണ്ട് ഗെയിമിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ വീണ്ടും പോകാതിരിക്കാം. സോ നമ്മുടെ ഫോർത്ത് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നൊസ്റ്റാൾജിക് മാർക്കറ്റിംഗിനാണ്.
കൊണാമിക്ക് തീർച്ചയായിട്ടും അറിവുള്ളൊരു കേസ് തന്നെയാണ്. നമ്മളെ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴും പെസ്സിൻ്റെ ആ ഒരു കാലഘട്ടം അല്ലാന്നുണ്ടെങ്കിൽ പെസ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ലെഗസി തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഒരു കാരണവശാലും അതിനെ റീപ്ലേസ് ചെയ്യാൻ ഈ ഫുട്ബോളിന് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും നമുക്കുമില്ല, കൊണാമിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പെസ്സിൻ്റെ ആ ഒരു ലെഗസിയും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഓൾഡ് പാക്ക് റീപ്ലേസ് ചെയ്യുന്നതിനെ കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കൊണാമി വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്, പഴയ യൂസേഴ്സിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ഗെയിമിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള നൊസ്റ്റാൾജിക് മാർക്കറ്റിംഗ് ആയിട്ടും നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്നുള്ളത് റീസൈക്കിൾ വാല്യൂ ആണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊണാമി ഓരോ അപ്ഡേറ്റിലും കാർഡിൻ്റെ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണാമിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടുമില്ല. അത് കൊണാമിക്കും അറിയുന്നുള്ളൊരു കേസ് തന്നെയാണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓരോ കാർഡിൻ്റെയും പവറും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് വേണ്ടാത്ത സ്കില്ലും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് കുത്തി കയറ്റുമ്പോൾ ഗെയിമിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ ഫുട്ബോളിനായിക്കോട്ടെ പെസ്സിനായിക്കോട്ടെ ഇത്രയും ഫാൻ ബേസ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മില്യൺ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഗെയിമിൻ്റെ ആ ഒരു നഷ്ടപ്പെടാത്ത മറ്റൊരു ഗെയിമുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം പ്ലേയും ഓരോ പ്ലേസിനും അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊണാമി കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേങ്കിൽ ഗെയിമിൻ്റെ നിലവിലുള്ള പോക്ക് പ്രകാരം കൊണാമിയുടെ കയ്യിൽ നിന്നും ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഗെയിമിൻ്റെ ആ ഒരു പവർ ലെവലിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്ഡേറ്റിലും യൂസേഴ്സ് പിന്നെയും പവർഫുൾ ആയിട്ടുള്ള കാർഡുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ കൊണാമിക്ക് നമ്മുടെ യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും വീണ്ടും അവർ പുതിയ കാർഡിന് സ്കില്ലും അതുപോലെ തന്നെ പവറും കാര്യങ്ങളൊക്കെ വാരിക്കോരി ഇടുന്നത് വഴി ഗെയിമിൻ്റെ ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ കൊണാമിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കൊണാമി ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി നമ്മളെ വീണ്ടും പുറകിലോട്ട് കൊണ്ടുപോകാനും ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കൊണാമിയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ കൊണാമിക്ക് ഇതുപോലുള്ള പാക്കുകൾ യൂസ്ഫുൾ ആവുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൊണാമി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് ഇയറിലോട്ട് ഏത് തരത്തിലുള്ള കാർഡാണ് കൊണ്ടുവരിക, ഏത് തരത്തിലുള്ള പവറാണ് പ്ലേയേഴ്സിന് കൊടുക്കുക. നമുക്കൊരു കാരണവശാലും അമാനുഷികമായിട്ടുള്ള പവറൊന്നും ഒരു കാർഡിനും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോളർക്കും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേങ്കിൽ കൊണാമി ഗെയിം ഒരു ബിസിനസ് ആക്കി എടുക്കുന്ന ടൈമിൽ വീണ്ടും പവർ അല്ലാന്നുണ്ടെങ്കിൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇയറിൽ തന്നെ ഒരേ പ്ലേയേഴ്സിൻ്റെ ഒന്നിൽ കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ 2-3 കാർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി കൊണാമി ഗെയിമിൻ്റെ വാല്യൂവിന് പകരം വെറും ബിസിനസ് ആക്കി മാത്രം എടുത്തിരിക്കുകയാണ്. ആ ഒരു കാര്യത്തെ വീണ്ടും തിരിച്ചു പിടിക്കാനാണ് കൊണാമി ഇതുപോലുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാക്കിനെ പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും ലോജിക്കലായിട്ട് കൊണാമി ഇതുപോലുള്ള പാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും പോയിന്റുകൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാണ്. നമ്മൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കോണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൊണാമി ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും കൊണാമിയുടെ നെഗറ്റീവ് ആയിട്ടുള്ള വശത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഫ്രീ ടു പ്ലേ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്യാഷും കാര്യങ്ങളൊന്നും ഗെയിമിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവരൊരു കാരണവശാലും ഗെയിമിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മാറാൻ പാടില്ല. ഇതുപോലുള്ള പാക്കുകൾ നിങ്ങളെ അങ്ങനെ മാറ്റാൻ പാടില്ല എന്നുള്ള ഇന്റൻഷനോടെയാണ് നമ്മൾ ഇതുപോലുള്ള കോണ്ടൻസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.